but lose the person. ഇതിലേതാ നമുക്ക് വേണ്ടത്? What do we need? ആർഗ്യുമെന്റ് വിൻ ചെയ്യണമോ അതോ ആളെ വിൻ ചെയ്യണമോ? Do you want to win the argument or do you want to win the person? കർത്താവ് തന്നിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ എന്താ? What is the great commission? ഭൂലോകമൊക്കെയും പോയി ആർഗ്യുമെന്റ്സ് എല്ലാം വിൻ ചെയ്യാനല്ല പറഞ്ഞത്. He didn't say to go forth and win all arguments. ആളുകളെ വിൻ ചെയ്യാനാണ് പറഞ്ഞത്. Win souls. പലപ്പോഴും നമ്മള് നിസ്സാരമായ കാര്യങ്ങൾ തമ്മിൽ പറഞ്ഞ് പിണങ്ങി നമ്മുടെ സന്തോഷം മുഴുവൻ കളയും. Very often we argue on simple unnecessary matters and lose. ഞാൻ എന്റെ ഭാഗത്ത് തെറ്റ് വന്നു, ഐ എം സോറി എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. To have the mind to say sorry, I have made a mistake. മറ്റേയാളോട് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. To have the heart to forgive the other person. വ്യക്തിപരമായി ഒരിക്കലും ജയിക്കാൻ ശ്രമിക്കരുത്. Never try to win on a personal level. മറ്റേയാളിന്റെ നന്മ എപ്പോഴും ലക്ഷ്യമാക്കണം. Always keep the well-being of the other person in mind. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തക പ്രമാണങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയാൽ പാലിച്ചാൽ, if by God's grace if we are able to keep these principles in our life, നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷമുള്ളതായി. our family life will be a happy family. കുടുംബജീവിതം പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു ജീവിതമില്ല. There is no other exciting thing as much as the family life is. പക്ഷേ ഓരോ ദിവസവും ഭാര്യയും ഭർത്താവും ദൈവവചന പ്രമാണം അനുസരിക്കാൻ മനഃപൂർവ്വം പരിശ്രമിക്കണം. Very intentionally and specifically the husband and wife should listen to the word of God. അന്യോന്യം സ്വീകരിക്കണം. Be obedient and receive one another. അന്യോന്യം ശുശ്രൂഷിക്കണം. Serve one another. അന്യോന്യം സ്നേഹിക്കണം. Love one another. അന്യോന്യം ക്ഷമിക്കണം. And forgive one another. ഈ പ്രമാണങ്ങൾ ശരിയായി നാം പാലിച്ചാൽ, if we are able to keep these four principles, നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷമാകും. a family life will be a joyful life. ദൈവം തന്റെ ഒരു മകനെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. A son has been brought into my life. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു മകളെ ദൈവം എനിക്ക് തന്നിരിക്കുകയാണ്. A child of God, a daughter has been given to my life. എന്റെ ചുമതല എന്താണ്? What is my ദൈവം ഏൽപ്പിച്ച ഈ ആളെ whatever partner God has given me, ഏറ്റവും നല്ല നിലയിൽ കരുതി, in the best and the ultimate way, ഒരു ദിവസം ദൈവത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാം. to be able to present that person in the presence of God. എഫേസ്യർ 5-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്. That's what Ephesians 5 has to say. സഭയെ കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തവളായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദിവസം ക്രിസ്തു പ്രസന്റ് ചെയ്യാൻ പോവുക. Christ is going to present the church without wrinkle and blemish in front of God one day. അതാണ് ഭർത്താക്കന്മാരായ നമ്മളും ചെയ്യേണ്ടത്. That is what husbands that we should be doing. ദൈവം ഒരു ഭാര്യയെ എന്റെ കയ്യിൽ തന്നിരിക്കുക. God has given me a wife. എന്റെ ലക്ഷ്യം എന്തായിരിക്കണം? What should be my aim? അവളെ കൊണ്ട് എന്തെല്ലാം മുതലെടുക്കാമോ അതെല്ലാം ഞാൻ മുതലെടുക്കാന്നുള്ളതല്ല. Not take advantage of whatever she has. അവളെ കൊണ്ട് എന്തെല്ലാം പണിയെടുപ്പിക്കാമോ അതെടുപ്പിക്കാന്നുള്ളതല്ല. Not make her work as much as she can. അവളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ എല്ലാ ഉദ്ദേശവും നിറവേറുവാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാമോ അങ്ങനെല്ലാം ഞാൻ അവളെ സഹായിക്കണം. Whatever I can do to see that God's plan in her life is fulfilled, that all I should do. ഒരു ദിവസം ക്രിസ്തു ചെയ്യുന്നത് പോലെ, just as Christ has been doing. കറയും ചുളുക്കവും ഇല്ലാത്തവളായി ദൈവം മുൻപിൽ അവളെ എനിക്ക് പ്രസന്റ് ചെയ്യണം. To be without blemish and to be without wrinkle, to be present in front of God. ക്രിസ്തീയ പ്രമാണങ്ങൾ എത്രയോ മനോഹരമാണ്. What great are the principles in the word of God. നമുക്ക് ദൈവകൃപയ്ക്കായി യാചിക്കാം. We pray for God's grace. കർത്താവേ, ഈ പ്രമാണങ്ങൾ അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray that God enable us to keep these principles. ഏറ്റവും ധന്യമായ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകും. And that we may be having a blessed life. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God